കശ്മീർ ആരുടേതാണ് എന്ന ചോദ്യത്തിന് വൈറ്റ് ഹൗസ് ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരൊറ്റ ഉത്തരം നൽകി. അത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ചരിത്രപരമായ വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ലോകം കണ്ടത് കേവലം കുറച്ച് വ്യാപാര രേഖകളല്ല, മറിച്ച് പാകിസ്ഥാന്റെയും ചൈനയുടെയും നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു അമ്പാണ്. പാക് അധീന കശ്മീരും അക്സായ് ചിന്നും ഇന്ത്യയുടെ ഭാഗമാക്കി ട്രംപ് ഭരണകൂടം ഔദ്യോഗിക ഭൂപടം പുറത്തിറക്കിയിരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നയതന്ത്രത്തിന്റെ ഈ മഹാവിജയത്തെക്കുറിച്ചാണ്. ട്രംപിനെ താങ്ങി നടന്നിട്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും സൈനിക മേധാവി അസീം മുനീറിനും എന്ത് കിട്ടി? ചൈനയുടെ വിപുലീകരണ മോഹങ്ങൾക്കേറ്റ ആ വലിയ പ്രഹരം എന്ത്? ഇന്ത്യയുടെ ഈ ഇരട്ട പ്രഹരം ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും? ഒരിഞ്ച് മണ്ണ് പോലും വിട്ടു നൽകില്ലെന്ന മോദി സർക്കാരിന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ ലോകം തലകുനിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നു. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു ചരിത്രമാണ്, നമ്മുടെ അഭിമാനമാണ്. നമുക്ക് ആദ്യം ആ മാപ്പിലേക്ക് ഒന്ന് നോക്കാം. പതിറ്റാണ്ടുകളായി പാകിസ്ഥാനെ പ്രീണിപ്പിക്കാൻ അമേരിക്ക കശ്മീർ മേഖലയെ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി അല്ലെങ്കിൽ പാക് അഡ്മിനിസ്ട്രേറ്റഡ് കശ്മീർ എന്നൊക്കെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ട്രംപ് വന്നതോടെ ഇതാ ഈ ഒരു നിമിഷത്തിൽ കളി മാറി. ട്രംപിന്റെ പുതിയ വ്യാപാര കരാർ രേഖകളിൽ ഇന്ത്യയുടെ മാപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടാൽ പാകിസ്ഥാൻകാർക്ക് ബോധം പോകും. ചൈന അനധികൃതമായി പിടിച്ചു വെച്ചിരിക്കുന്ന അക്സായ് ചിന്നും പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന POKയും ഇന്ത്യയുടെ ഭാഗമാണ്. അതിന്റെ അർത്ഥം അമേരിക്ക ഔദ്യോഗികമായി ഇന്ത്യയുടെ പരമാധികാരത്തെ ഈ പ്രദേശങ്ങളിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമായ അമേരിക്ക ഒരു രാജ്യത്തിന്റെ മാപ്പ് ഇങ്ങനെ അംഗീകരിക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഐക്യരാഷ്ട്രസഭയിൽ ഇനി പാകിസ്ഥാൻ കശ്മീർ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ അമേരിക്ക തന്നെ വായടപ്പിക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. മോദി ട്രംപ് സൗഹൃദം വെറും കെട്ടിപ്പിടുത്തത്തിലോ സൽക്കാരത്തിലോ ഒതുങ്ങുന്നതല്ല. അത് ഇന്ത്യയുടെ ഓരോ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന ഉരുക്ക് കോട്ടയാണെന്ന് ഈ മാപ്പ് തെളിയിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ അയൽക്കാരായ പാകിസ്ഥാനിലേക്ക് ഒന്ന് പോകാം. കഷ്ടം തോന്നുന്നു അവരെ കണ്ടിട്ട്. ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും കഴിഞ്ഞ കുറേ മാസങ്ങളും വർഷങ്ങളൊക്കെ ആയി എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. ഈ ട്രംപ് അധികാരത്തിൽ കയറിയതിൽ പിന്നെ തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാന് നല്ല കാലമാണെന്ന് കരുതി അദ്ദേഹത്തെ സുഖിപ്പിക്കാൻ ഷെരീഫും സംഘവും കിടഞ്ഞു പരിശ്രമിച്ചു. ട്രംപിന് നൊബേൽ പ്രൈസ് വാങ്ങിക്കൊടുക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ്. ട്രംപിന്റെ ഓരോ നീക്കത്തെയും വാഴ്ത്തിപ്പാടി അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ വരാൻ വേണ്ടി എന്തെല്ലാം വിക്രിയകളൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. പക്ഷെ ട്രംപ് ആരാണെന്ന് പാകിസ്ഥാൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയോ ആവും. ട്രംപ് ലാഭത്തിന്റെ മനുഷ്യനാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് അറിയാം ലോകത്തിന്റെ ഭാവി ഇന്ത്യയിലാണെന്ന്. പാകിസ്ഥാൻ എന്നത് ലോകത്തിന് ബാധ്യതയായ കടക്കെണിയിൽ മുങ്ങിയ ഒരു രാജ്യമാണെന്ന് ട്രംപിന് നന്നായി അറിയാം. ഷഹബാസ് ഷെരീഫ് ട്രംപിന് താങ്ങി നടന്നപ്പോ ട്രംപ് പകരം നൽകിയത് പാകിസ്ഥാന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഭൂപടമാണ്. എന്നിട്ടും ഇവർക്ക് പഠിച്ച പണി 18 കഴിഞ്ഞില്ല. POKയിൽ പോയി ഇവർ നടത്തുന്ന പ്രസംഗങ്ങൾ കണ്ടാൽ ചിരി വരും. കാശ്മീർ വിമോചിപ്പിക്കും, ജിഹാദ് നടത്തും എന്നൊക്കെയാണ് ഫീൽഡ് മാർഷൽ അസീം മുനീർ തട്ടിവിടുന്നത്. മുനീർ സാഹിബ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പണമില്ല, വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ ഇരന്ന് നടക്കുന്നു. എന്നിട്ടാണ് ഇന്ത്യയുടെ മണ്ണ് പിടിക്കാൻ വരുന്നത്. അമേരിക്കൻ മാപ്പിൽ നിങ്ങളുടെ അവകാശവാദങ്ങളെ തൂത്തെറിഞ്ഞത് കണ്ടിട്ടെങ്കിലും ആ വായിൽ തോന്നിയിരിക്കുന്നത് വിളിച്ചു പറയുന്നത് നിർത്തണ്ടേ? പാകിസ്ഥാൻ വിറയ്ക്കുമ്പോൾ ചൈനയുടെ അവസ്ഥ എന്താണ്? അക്സായ് ചിൻ ഇന്ത്യയുടെ മാപ്പിൽ ഉൾപ്പെടുത്തിയത് ബീജിങ്ങിനെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ചൈന എപ്പോഴും ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലെ? ലഡാക്കിലും അരുണാചലിലും അവർ നടത്തുന്ന കടന്നുകയറ്റ ശ്രമങ്ങൾക്കുള്ള മറുപടിയാണ് അമേരിക്കയുടെ ഈ നീക്കം. ഇന്ത്യയെയും അമേരിക്കയും ഒരേപോലെ ശത്രുക്കളാക്കി കാണുന്ന ചൈനയ്ക്ക് ഈ ഭൂപടം ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ആരുടെ മണ്ണിലാണോ ഇരിക്കുന്നത് അത് ഇന്ത്യയുടെ മണ്ണാണ്. ഇത് അമേരിക്ക തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വ്യാപാര യുദ്ധത്തിൽ ട്രംപ് ചൈനയെ വരിഞ്ഞു മുറുക്കിയപ്പോ ഇന്ത്യക്ക് നൽകുന്ന ഈ ഒരു പിന്തുണ ഏഷ്യയിലെ ചൈനീസ് സ്വാധീനത്തെ പാടെ തകർക്കുന്നതാണ്. ഇനി നമുക്ക് ആ വ്യാപാര കരാറിലേക്ക് കടക്കാം. ഇതൊരു ചരിത്രപരമായ നേട്ടമാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്ന നികുതി 50% നിന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെ, ഇന്ത്യയുടെ ഒരു നിർബന്ധവും ഇല്ലാതെ 18% കുറച്ചു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മുടെ IT മേഖലയ്ക്കും ടെക്സ്റ്റൈൽ മേഖലയ്ക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കൻ വിപണിയിൽ ഇനി വൻ കുതിച്ചുചാട്ടം നടത്താം. മോദി സർക്കാർ നടത്തിയ കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലമാണിത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വിപണി വേണമെങ്കിൽ ഞങ്ങളുടെ പരമാധികാരത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന കർശനമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഈ മാപ്പും ഈ നികുതി ഇളവും ഉണ്ടായത്. പാകിസ്ഥാനെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നതിനായി അഭിനയിക്കുമ്പോഴും ട്രംപ് ഇന്ത്യയുടെ വ്യവസ്ഥകൾ ഓരോന്നായി അംഗീകരിച്ചു. ഇത് വെറുമൊരു കച്ചവടമല്ല, ഇത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ദോവൽ എന്ന അമേരിക്കയിൽ പോയി അവരെ വിറപ്പിച്ചത്
അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി POKയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഗോതമ്പും കറന്റുമാണ്. പക്ഷെ പാക് പ്രധാനമന്ത്രി അവർക്ക് നൽകുന്നത് വെറും കാശ്മീർ വിമോചന പ്രസംഗങ്ങൾ മാത്രം. അസീം മുനീറും ഷഹബാസ് ഷെരീഫും അവിടെ ചെന്ന് ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ നോക്കി. കശ്മീർ ഉടൻ മോചിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്നാണ്. ഈ സംഘർഷങ്ങൾക്കിടയിലാണ് അമേരിക്കയുടെ ഈ മാപ്പ് വരുന്നത്. ഇതിലും വലിയൊരു നാണക്കേട് പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഇനി വരാനില്ല. നാണമുള്ളവർക്കേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എങ്കിലും നിയന്ത്രണ രേഖയിലുള്ള സാധാരണ ജനങ്ങൾ പോലും ഇന്ന് മനസ്സിലാക്കുന്നു പാകിസ്ഥാൻ തങ്ങളെ വഞ്ചിക്കുകയാണെന്ന്. ഇന്ത്യയിൽ കശ്മീർ വികസനത്തിന്റെ പാതയിലാണ്. അവിടെ ടൂറിസവും വിദ്യാഭ്യാസവും തൊഴിലും വളരുന്നു. എന്നാൽ പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീർ എന്നും തീവ്രവാദത്തിന്റെ കേന്ദ്രമായി തുടരുകയാണ്. അമേരിക്കയുടെ ഈ പുതിയ നിലപാട് POKയിലെ ജനങ്ങൾക്കും ഒരു സന്ദേശമാണ്. നിങ്ങളുടെ യഥാർത്ഥ മാതൃരാജ്യം ഭാരതമാണ്. എന്തുകൊണ്ടാണ് മോദി ട്രംപ് സൗഹൃദം ഇത്രമാത്രം ചർച്ചയാകുന്നത്? ലോകത്തിലെ 2 വലിയ ജനാധിപത്യ രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിലുള്ള കെമിസ്ട്രി ലോക രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുന്നതാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ നയവും തമ്മിൽ ഒരു വലിയ പൊരുത്തമുണ്ട്. 2 പേർക്കും തങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് വലുത്. ചൈനയെ ഒതുക്കാനും പാകിസ്ഥാൻ ഭീകരവാദത്തെ തകർക്കാനും അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണം. ഇന്ത്യയാകട്ടെ തന്റെ ശത്രുക്കളെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ അമേരിക്കയുടെ പിന്തുണയും വേണം. ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ മാപ്പ്. പാകിസ്ഥാനെ പരിഹസിച്ച് തള്ളുന്ന ട്രംപിന്റെ ശൈലി ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. മാപ്പ് പുറത്തു വന്നതിന് പിന്നാലെ പാക് വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന എന്തായാലും ഇറക്കിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ല, ഇത് നിയമവിരുദ്ധമാണ് എന്നൊക്കെയായിരുന്നു അവരുടെ വിലാപം. പക്ഷെ ആര് കേൾക്കാൻ അല്ലെ? അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റോ വൈറ്റ് ഹൗസോ ഈ വിലാപത്തിന് മറുപടി പോലും നൽകില്ല. എന്തിന് ചെവി പോലും കൊടുക്കില്ല. പണ്ട് കാലത്തായിരുന്നുവെങ്കിൽ അമേരിക്ക ഒന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്ക പാകിസ്ഥാനെ ഗൗനിക്കുന്നേയില്ല. ഒരു മൂലക്കിരുന്ന് കരയാൻ വിട്ടിരിക്കുകയാണ് അവരെ. ചൈനയും കുറച്ച് പ്രസ്താവനകളൊക്കെ ഇറക്കി നോക്കി. പക്ഷെ ലഡാക്കിൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് നേരിട്ടറിയാവുന്ന ചൈനയ്ക്ക് ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ ധൈര്യമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ചൈനയുടെയും പാകിസ്ഥാന്റെയൊക്കെ മുട്ടടിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ ലോകരാജ്യങ്ങൾ ഇന്ന് POKയും അക്സായ് ചിഹ്നും ഇന്ത്യയുടേതാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇതൊരു ചെറിയ ദൂരമല്ല നമ്മൾ പിന്നിട്ടത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമാണിത്. നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ പ്രധാനമന്ത്രിയും ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തി. ഇന്ന് ആ ശബ്ദം അമേരിക്കൻ ഭൂപടങ്ങളിൽ പ്രതിഫലിക്കുന്നു. പാകിസ്ഥാന്റെ ഭൂപടം വരും കാലങ്ങളിൽ വെറും കടലാസ തുണ്ടുകളായി മാറുമെന്ന് ഉറപ്പുമാണ്. അവസാനമായി പറയട്ടെ, ഇന്ത്യയെ തകർക്കാൻ നോക്കുന്നവർ ഓർക്കുക ഒരു കാര്യം മാത്രം. ഇത് 1962-ലെ ഇന്ത്യയല്ല, ഇത് 2026-ലെ ഇന്ത്യയാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തി, 3ാമത്തെ വലിയ സൈനിക ശക്തി. അമേരിക്കയുടെ മാപ്പിൽ തെളിഞ്ഞ ഭാരത ഭൂപടം നമ്മുടെ അഭിമാനമാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും കുപ്രചരണങ്ങൾക്കേറ്റ തിരിച്ചടിയാണിത്. അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഇനിയെങ്കിലും സ്വപ്നലോകത്ത് നിന്നും ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങണം. ട്രംപിനെ താങ്ങി നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് 0 മാത്രമാണ്. കാരണം ലോകം ഇന്ന് ഇന്ത്യക്കൊപ്പമാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. കാരണം ഇത് നമ്മുടെ ഒരു അഭിമാന നിമിഷമല്ലേ. ഇന്ത്യയുടെ ഈ മഹാവിജയത്തിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യൂ. ഏതായാലും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഭാരതത്തിന്റെ ഈ വിജയം ലോകം മുഴുവൻ അറിയണമല്ലോ. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.